ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇത് നമ്മൾ നേരം പരപരാ വിളിക്കുന്നതിന് മുമ്പ് റെയിൽവേ സ്റ്റേഷനിലെത്തിയാണ്. അവിടെ നിന്ന് പിന്നെ ഓട്ടോ പിടിച്ചിട്ടാണ് നമ്മൾ ഹോസ്റ്റലിലെത്തിയത്. കാരണം ഒരു 5 മണിക്ക് മുന്നേ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. പതിവില്ലാണ്ട് ഹോസ്റ്റൽ ലിഫ്റ്റ് വർക്ക് എന്തായാലും പറ്റിയ വേറെ പിന്നെ കാണാം. വന്ന പാടെ കുളിച്ച് റെഡി ആയിട്ട് ഞാൻ ഒന്ന് ഉറങ്ങാൻ കിടന്നു. മുടി ഉണക്കിയ ശേഷം കേട്ടോ, ഒരുപാട് ഉണങ്ങിയില്ല, ഒരു ഏകദേശം ഒന്ന് ഉണക്കിയ ശേഷം കിടന്നു. കാരണം 2 ദിവസത്തെ എൻ്റെ ഉറക്കം പോയിട്ടുണ്ട്. ദെൻ കോളേജിൽ പോകാൻ ടൈം ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് പതുക്കെ റെഡി ആകുന്നുണ്ട്, നമ്മുടെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ദെൻ പെർഫ്യൂം എന്തായാലും അടിച്ചിട്ടുണ്ട്. കാരണം പോകുന്നു, കോളേജിലേക്ക് പോകുന്നു. ആയിട്ട് പോകാം. ലുക്ക് ഇരിക്കുന്നു, മുടി പറന്നുപോയി. ഈ ഷാമ്പു കണ്ടീഷണർ, ഈ ഷാമ്പു വന്നിട്ട് പറക്കുന്നത് അത് പുതിയ ടെക്നിക്കാ. കുളിച്ച് വന്നിട്ട് കിടന്നുറങ്ങും, എന്നിട്ട് എണീറ്റ് റെഡി ആയിട്ട് പോകും. അപ്പൊ ഇനി ഉറങ്ങിയ പോലെ ഇരിക്കത്തുള്ളൂ, അല്ലാണ്ട് ഉറങ്ങാത്ത പോലെ ഇരിക്കില്ലല്ലോ. താങ്ക് യു. വാ. മെസ്സിലെ ഫുഡ് കഴിക്കാനാണ് ഈ നടന്നു പോകുന്നത്. മെസ്സ് കുറച്ചൊരു നടക്കുമ്പോഴത്തേക്കാണ് എത്തുന്നത്. അവിടെ ചെന്ന് നമ്മൾ ക്യൂ നിൽക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഫുഡ് കിട്ടുന്നുണ്ട്. നമ്മൾ നല്ലപോലെ ആസ്വദിച്ച് കഴിക്കുക, നല്ല ഫുഡാന്ന് വിചാരിച്ച്. എഗൈൻ നമ്മൾ നടരാജ വണ്ടിയിൽ കോളേജിൽ പോകുന്നുണ്ട്. കോളേജിൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഉച്ചത്ത് ഫുഡ് കഴിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ആ കാർഡ് മിക്സ് ചെയ്തുകൊണ്ടാണ് ചോറ് അങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ ഇവിടെ വേറെ 1-2 പിള്ളേരൊക്കെ ഉണ്ട്. നമ്മൾ ഒന്നിച്ചിരുന്നാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മളെ കൊണ്ടുവന്നൊരു വട്ടം. നമ്മുടെ ഹോസ്റ്റലായിരുന്നില്ലേ കുട്ടിയെ, അന്ന് പറഞ്ഞ ഹോസ്റ്റൽ മാറി നമ്മൾ അറിയത്തോലുമില്ല. പറ്റിപ്പ കോഴിക്കോട് ബീച്ചിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ കഥയാണ് കേട്ടോ പറയുന്നത്. അവൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. പിന്നെ ആരെ തന്നെ സ്നാക്സ് ഇടയ്ക്ക് കഴിക്കുന്നുണ്ട്. ഇടയ്ക്ക് വെള്ളം എടുക്കാൻ വേണ്ടി മുകളിലത്തെ നിലയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ഒന്നും കണ്ടില്ലല്ലോ. കാരണം തല പൊട്ടുന്ന വേദനയായിട്ട് ഞാൻ എങ്ങനെയോ കോളേജിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ എത്തി കിടന്നിട്ട് തല പൊക്കാനായപ്പോൾ ഒന്ന് കുളിച്ച് റെഡിയായി. എന്നിട്ട് വീണ്ടും വന്ന് കിടക്കുന്നുണ്ട്. കാരണം അല്പം തല പൊക്കാനായപ്പോഴത്തേക്കും പോയി കുളിച്ച് തരണം. കാരണം ഞാൻ വേർപ്പോടെ വന്ന് കിടക്കില്ല. പക്ഷേ തീരെ വയ്യാത്തതുകൊണ്ട് വന്നിട്ട് വേർപ്പോടെ കിടന്ന്. പിന്നെ ശർക്കര വരട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ലക്ഷ്മി, അത് കഴിച്ചിട്ട് കഥയൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നൈറ്റിലെ ഫുഡ് കഴിക്കണമല്ലോ, നൈറ്റിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് അത് പോകുന്നത്. അപ്പോൾ എന്താ ഫുഡെന്ന് എനിക്കും അറിയത്തില്ല. ബിരിയാണി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ വേവ് നോക്കുക. വേവ് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു കാര്യം മനസ്സിലാവും. പക്ഷെ നമ്മളൊന്നും മിണ്ടാതെ ഇരുന്ന് കഴിക്കുക, വയറിൽ കിടന്ന് വെന്തോളും എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇതൊക്കെ കഴിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല പ്രശ്നം ഉണ്ടാവലുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മളെന്ന് വിചാരിച്ചു കുറച്ച് ദിവസം അതിൽ നടന്നിട്ടെന്ന് വിചാരിച്ചിട്ട് നടക്കാനൊക്കെ പോയി. ഇങ്ങനെ ഈ വിജൃംഭിച്ച റോഡിൽ കൂടെ ഇങ്ങനെ നടന്നിട്ട് ഈ ബെഞ്ചിൽ പോയി ഇടയ്ക്ക് അങ്ങ് ഇരുന്നു. അങ്ങനെ ഒന്ന് ഇരുന്ന് ആസ്വദിച്ച് വന്നപ്പോഴത്തേക്കാണ് ഇത്രയും ദിവസം ഇല്ലാതിരുന്ന മഴ പെട്ടെന്ന് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ നമ്മൾ ഓടാൻ തീരുമാനിച്ചു. കൂടെ ഓടുവാണ്. ഒന്ന് മഴയൊക്കെ തുറന്നപ്പോഴത്തേക്കും പിന്നെ നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ 2 ദിവസത്തെ ഉറക്കം ബാക്കി കോമ്പൻസേറ്റ് ചെയ്യട്ടെ. അപ്പോൾ ടാറ്റാ.